പീസ് റേഡിയോ അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി ഹഖ്ക ഹംദി വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹി വഅബ്ദിഹി വബഅദ്. അന്നൂർ തഫ്സീർ ക്ലാസ്സുകളിൽ നമ്മൾ 182 സൂക്തം ഫമൻ ഖാഫ മിൻ മൂസിൻ ജനഫൻ ഔ ഇസ്മൻ ഫഅസ്ലഹ ബൈനഹും ഫലാ ഇസ്മ അലൈഹി എന്ന് തുടങ്ങിയുള്ള വചനം അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയിട്ട് അതിലെ പ്രയോഗങ്ങളുടെ പ്രത്യേകതകളും വിഷയങ്ങളും വിധികളുമാണ് പഠിച്ചു വന്നത്. ഫമൻ ഖാഫ മിൻ മൂസിൻ, വസിയ്യത്ത് ചെയ്തവനിൽ നിന്ന് വല്ലവർക്കും ബോധ്യപ്പെടുകയായാൽ, വല്ലവരും അറിയുകയായാൽ, മൂസിൻ, അതേപോലെ ഖാഫ തുടക്കത്തിൽ വന്ന ഫ ഉൽ ഫസീഹ, അതേപോലെ ഫമൻ ഖാഫ എന്നുള്ളിടത്ത് മൻ, ഇതിൻ്റെയൊക്കെ വിഷയങ്ങളാണ് നമ്മൾ പഠിച്ചത്. വസിയത്ത് ചെയ്യുന്നവനിൽ നിന്ന് ജനഫൻ ഔ ഇസ്മൻ, ജനഫിനെയും ഇസ്മിനെയും വല്ലവർക്കും ബോധ്യപ്പെടുകയായാൽ, അറിയുകയായാൽ. ഇനി പൊതു അർത്ഥപ്രകാരം ഖാഫ എന്ന് പറഞ്ഞാൽ ഭയക്കുകയായാൽ. എന്താണ് ജനഫ്, എന്താണ് ഇവിടെ ഇസ്ം? തുടക്കം നമ്മൾ അത് മനസ്സിലാക്കിക്കൊണ്ടാണ്. വസിയത്തിലുള്ള ദിറാർ, ഉപദ്രവമാണ് ഇവിടെ ഉദ്ദേശം. അത് രണ്ട് നിലക്ക്, ഒന്ന് ജനഫായി, മറ്റൊന്ന് ഇസ്മായി. ഇസ്മ എന്നാൽ അൽ ഇദ്റാറു ബിൽ വസിയത്തി മഅൽ ഖസ്ദ്, ഉദ്ദേശപൂർവം ബോധപൂർവം വസിയത്തിലൂടെ ദ്രോഹിക്കൽ. എന്നാൽ ജനഫോ ഫഹുവൽ ഇദ്റാർ ബിൽ വസിയത്തി മിൻ ദൂനി ഖസ്ദ്, ഉപദ്രവിക്കൽ ഉദ്ദേശമല്ല, പക്ഷെ വസിയത്തിലൂടെ ദ്രോഹം വന്നു. വസിയത്ത് ചെയ്യുന്നവൻ ഉപദ്രവം ഉദ്ദേശിച്ചിട്ടില്ല, വസിയത്ത് ചെയ്തു, പക്ഷേ പിന്നീട് ബോധ്യപ്പെട്ടു ഇതിൽ ഉപദ്രവമുണ്ട്. മൂന്നിലൊന്നിനേക്കാൾ കൂടുതൽ വസിയത്ത് ചെയ്യുക, അടുത്തവനും അർഹനും ഉണ്ടായിരിക്കെ അവരെ വിഗണിച്ച് അല്ലെങ്കിൽ അവരെ വിസ്മരിച്ച് മറ്റുള്ളവർക്ക് വസിയത്ത് ചെയ്യുക, ഇങ്ങനെ തുടങ്ങി. വസിയത്ത് ചെയ്തവൻ ഒരിക്കലും ബോധപൂർവമല്ല, പക്ഷെ അതങ്ങനെയാണ് പിന്നീട് തെളിഞ്ഞത്, വ്യക്തമായത്. ഒന്നുകിൽ വസിയത്ത് ചെയ്തവൻ ജീവിച്ചിരിക്കുന്ന കാലത്ത്, അല്ലെങ്കിൽ മരണപ്പിറ്റേന്ന്. അതാണ് ജനഫ്. ഇസ്ം ബോധപൂർവം അനന്തരാവകാശികളെ വലക്കാൻ, കൊടുക്കാൻ, അവരോട് പ്രതികാര ബുദ്ധിയോടുകൂടി നിർവഹിക്കുന്ന വസിയ്യത്ത്, ബോധപൂർവം. അതാണ് ഇസ്ം. ചിലർ പറഞ്ഞത് ജനഫ് എന്നാൽ മൈൽ എന്നർത്ഥമുണ്ട്, ചായുക, തെറ്റുക. അപ്പോൾ ഒരു വിഭാഗത്തോട് പക്ഷം പിടിച്ച്, പക്ഷപാതിത്വത്തോടു കൂടിയുള്ളതായ വസിയ്യത്ത്, അപ്പോൾ അവർക്ക് കൂടുതലാക്കി. ഇസ്ം എന്ന് പറഞ്ഞാൽ ഹനിക്കലാണ്, കുറക്കലാണ്. മറ്റൊരു വിഭാഗം അവർക്കുള്ള അവകാശം ഹനിച്ചുകൊണ്ട്, കുറച്ചുകൊണ്ടുള്ള വസിയ്യത്ത്. ഹനിക്കലും കുറക്കലും അനന്തരാവകാശം ലഭിക്കുന്ന വിഷയത്തിനാകാം. ഏതായാലും ഇത്തരത്തിലുള്ളതായ വസിയ്യത്തിനെ വസിയ്യത്ത് ചെയ്യുന്നവനിൽ നിന്ന് അറിയുകയും ബോധ്യപ്പെടുകയുമായാൽ എന്നാണ് ഇവിടെ ഉദ്ദേശം. ഇമാം ഇബ്നുൽ ഖയ്യിം അദ്ദേഹത്തിൻ്റെ ഇഗാസത്തുൽ ലഹ്ഫാൻ മിൻ മസായിദി ഷൈത്താൻ എന്ന് പറയുന്ന മഹൽ രചനയിൽ ഇതുമായി ബന്ധപ്പെട്ട് ഈ ആയത്ത് ഓതിക്കൊണ്ട് തന്നെ, ഉണർത്തിക്കൊണ്ട് തന്നെ അദ്ദേഹം പറഞ്ഞു, അദ്ദിറാറു നൗആൻ, വസിയത്തിലുള്ള ഉപദ്രവം രണ്ട് നിലക്കാണ്. ജനഫുൻ വ ഇസ്മുൻ, ഒന്ന് ജനഫ്, മറ്റൊന്ന് ഇസ്ം. ഫൈനഹു ഖദ് യഖ്സിദു ദിറാർ, ചിലപ്പോൾ വസിയത്ത് ചെയ്യുന്നവൻ ദിറാർ ഉദ്ദേശിക്കും, മറ്റവനെ ദ്രോഹിക്കുക എന്നുള്ളത് ഉദ്ദേശിക്കും. വഹുവൽ ഇസ്ം, അതാകുന്നു ഇസ്ം. വഖദ് യുദാറു മിൻ ഗൈരി ഖസ്ദ്, ചിലപ്പോൾ ഉപദ്രവം വരും, പക്ഷേ ഉപദ്രവിക്കണം എന്ന ഉദ്ദേശമില്ലാതെ തന്നെ. വഹുവൽ ജനഫ്, അതാകുന്നു ജനഫ്. ഫമൻ ഔസ ബിസിയാദത്തിൻ അല സുലുസി, ഒരാൾ മൂന്നിലൊന്നിനേക്കാൾ കൂടുതൽ, മൂന്നിലൊന്നേ കൂടിയാൽ വസിയത്താകാവൂ, പക്ഷെ ഒരാൾ
മൂന്നിലൊന്നിനേക്കാൾ കൂടുതൽ വസിയത്ത് ചെയ്താൽ ഫഹുവ മുദാറുൻ, അത് ഉപദ്രവമാണ്, ഉപദ്രവം ഏൽപ്പിക്കലാണ്. ഖസദ ഔ ലം യഖ്സിദ്, വസിയത്ത് ചെയ്യുന്നവൻ ഉദ്ദേശിച്ചാലും ഇല്ലെങ്കിലും. ഫലിൽ വാരിസി റദ്ദു ഹാദിഹിൽ വസിയ്യ, അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ളതായ വസിയത്ത് വന്നിട്ടുണ്ട് എങ്കിൽ അനന്തരാവകാശിക്ക് പ്രസ്തുത വസിയത്തിനെ തിരസ്കരിക്കാം, തള്ളിക്കളയാം. വൈൻ ഔസാ ബിസ്സുലുസി ഫമാദൂൻ, എന്നാൽ വസിയത്ത് ചെയ്യുന്നവൻ മൂന്നിലൊന്ന് അല്ലെങ്കിൽ മൂന്നിലൊന്നിൽ കുറവ്, അതുകൊണ്ടാണ് വസിയത്ത് ചെയ്തിട്ടുള്ളത് എങ്കിൽ വലം യഅലം അന്നഹു ഖസദ ദിറാർ വജദ ഇംദാഉഹ, മൂന്നിലൊന്നോ അതിൽ കുറവോ വസിയത്ത് ചെയ്തവൻ ഉപദ്രവം ഉദ്ദേശിച്ചിട്ടില്ല എന്നുള്ളത് ബോധ്യമായാൽ ആ വസിയത്ത് നടപ്പാക്കൽ നിർബന്ധമാണ്. ഫൈൻ അലിമൽ മൂസ ലഹു അന്നൽ മൂസി ഇന്നമ ഔസാ ദിറാറൻ ലം യഹില്ല ലഹുൽ അഖ്ദു, എന്താ പറഞ്ഞത്? പറഞ്ഞത് ഫൈൻ അലിമൽ മൂസ ലഹു, മൂസ ലഹു മനസ്സിലാക്കി, വസിയത്ത് കൊണ്ട് ഉപകരിക്കുന്നവൻ, വസിയത്തിൻ്റെ ഗുണഭോക്താവ് ആർക്കാണോ വസിയത്ത് ചെയ്ത് ആ വ്യക്തി, മൂസ ലഹു അയാൾ അറിഞ്ഞു എന്ത്? അന്നൽ മൂസി വസിയത്ത് ചെയ്തവൻ ഇന്നമ ഔസാ ദിറാറൻ ഉപദ്രവകരമായിട്ടാണ് വസിയത്ത് ചെയ്തത്, ജനഫായിട്ടോ ഇസ്മായിട്ടോ ആണ് വസിയത്ത് ചെയ്തതെന്ന് അൽ മൂസ ലഹു വസിയത്തിൻ്റെ ഗുണഭോക്താവ് മനസ്സിലാക്കിയാൽ ലം യഹില്ല ലഹുൽ അഖ്ദ്, അവനൊരിക്കലും അൽ മൂസാ ബിഹി എന്തുകൊണ്ടാണോ വസിയത്ത് ചെയ്തത് അത് സ്വീകരിക്കൽ അനുവദനീയമല്ല. വലവിഅ്തറഫൽ മൂസി, വസിയത്ത് ചെയ്തവൻ അംഗീകരിച്ചാലും ഇന്നമ ഔസാ ദിറാറൻ ലം തജുസ് ഇആനതഹു അലാ ഇംദാഇ ഹാദിഹിൽ വസിയ്യ, അവൻ ഉപദ്രവകരമായിട്ടാണ് വസിയത്ത് ചെയ്തത് എന്ന് സമ്മതിച്ചാൽ അംഗീകരിച്ചാലും ആ വസിയത്ത് ചെയ്തത് മൂസാബിഹി എടുക്കൽ മൂസാ ലഹു അയാൾക്ക് അനുവദനീയമല്ല. എന്തുകൊണ്ട്? ലം തജുസ് ഇആനതഹു അലാ ഇംദാഇ ഹാദിഹിൽ വസിയ്യ, ഉപദ്രവകരമായി ഈ വസിയത്തിനെ നടപ്പിലാക്കാൻ സഹായിക്കൽ ഈ മൂസാ ലഹു അയാൾക്ക് വസിയത്തിൻ്റെ ഗുണഭോക്താവിന് അനുവദനീയമല്ല, അവനെ സഹായിക്കുക എന്നുള്ളത് അനുവദനീയമല്ല. എന്ന് മാത്രമല്ല വഖദ് ജവ്വസ സുബ്ഹാനഹു വതആല ഇബ്താല വസിയത്തിൽ ജനഫി വൽ ഇസ്മി, അല്ലാഹു സുബ്ഹാനഹു വതആല അനുവദിച്ചു എന്തിന്? ജനഫിൻ്റെയും ഇസ്മിൻ്റെയും വസിയത്തിനെ അസാധുവാക്കലിനെ അനുവദിച്ചു അല്ലാഹു സുബ്ഹാനഹു വതആല. വസിയത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ജനഫായും ഇസ്മായും ആണ് എങ്കിൽ ഫഅസ്ലഹ ബൈനഹും എന്ന് പറഞ്ഞില്ലേ, അവർക്കിടയിൽ സുൽഹുണ്ടാക്കിയാൽ ഈ നിർവഹിച്ച വ്യക്തിയുടെ വസിയത്തിനെ തബ്ദീൽ ചെയ്യലാണ്, തഗ്യീർ ചെയ്യലാണ്, മാറ്റം വരുത്തലാണ്. അപ്പോൾ ആ വസിയത്തിനെ അസാധുവാക്കുകയാണ്. അങ്ങനെ അസാധുവാക്കൽ അല്ലാഹു സുബ്ഹാനഹു വതആല അനുവദിച്ചിരിക്കുന്നു. വഖദ് ജവ്വസ സുബ്ഹാനഹു വതആല ഇബ്താല വസിയത്തൽ ജനഫി വൽ ഇസ്ം വഅൻ യുസ്ലിഹൽ വസിയ്യു ഔ ഗൈറുഹു ബൈനൽ വറസതി വൽ മൂസാ ലഹു, വസിയത്ത് അസാധുവാക്കിയിട്ട് വസിയ്യോ മറ്റുള്ളവരോ, വസിയത്ത് നടപ്പിലാക്കാനുള്ള ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ട ആളുണ്ടല്ലോ, അതാണ് അൽ വസി. ആ വസിയ്യ് അല്ലെങ്കിൽ വസിയ്യല്ലാത്ത മറ്റുള്ളവർ, ഭരണാധികാരിയോ ഖാദിയോ ഇമാമോ ഒക്കെ ആയിട്ടുള്ള ആളുകൾ, അവർ ഇസ്ലാഹ് ഉണ്ടാക്കാനും അള്ളാഹു കൽപ്പിച്ചു. വൈനൽ വറസതി, അനന്തരാവകാശികൾക്കിടയിലും, വൽ മൂസാ ലഹു വസിയത്തിൻ്റെ ഗുണഭോക്താവിനിടയിലും. ഫഖാല തആല, അതാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത് ഫമൻ ഖാഫ മിൻ മൂസിൻ ജനഫൻ ഔ ഇസ്മൻ ഫഅസ്ലഹ ബൈനഹും ഫലാ ഇസ്മ അലൈഹി എന്ന്. അപ്പോൾ ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വതആല കുറ്റകരമായി ഉള്ള വസിയത്തുൽ ജനഫി വൽ ഇസ്ം, ബോധപൂർവമാകട്ടെ ബോധപൂർവമല്ലാതാകട്ടെ, വസിയത്തിൽ അന്യായം അക്രമം അത് വന്നിട്ടുണ്ട് എങ്കിൽ ആ വസിയത്തിനെ അസാധുവാക്കൽ അള്ളാഹു അനുവദിച്ചു.
വസിയത്ത് കൊണ്ട് ആരാണോ ചുമതല ഏൽപ്പിക്കപ്പെട്ടത്, അതാണ് അൽ വസി. അല്ലെങ്കിൽ വസിയല്ലാത്തവർ, അവർ അനന്തരാവകാശികളെ കൂട്ടണം. ആർക്ക് വേണ്ടിയാണോ വസിയത്ത്, വസിയത്തിൻ്റെ ഗുണഭോക്താവ് ആരാണോ അയാളെയും വിളിക്കണം. എന്നിട്ട് അവർക്കിടയിൽ സുൽഹുണ്ടാക്കുകയും വേണം എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് എന്നാണ് ഇമാം ഇബ്നുൽ ഖയ്യിം ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ പറഞ്ഞത്. ഈ ഭാഗം ഫഅസ്ലഹ ബൈനഹും ഫലാ ഇസ്മ അലൈഹി, അവർക്കിടയിൽ ഇസ്ലാഹുണ്ടാക്കി അങ്ങനെയുള്ള ആ വ്യക്തി ഫലാ ഇസ്മ അലൈഹി, അയാൾക്ക് യാതൊരു കുറ്റമോ പ്രയാസമോ ഇല്ല എന്നാണല്ലോ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഇത് അടിസ്ഥാനമാണ്. ഇത് വസിയത്തിൻ്റെ വിഷയത്തിൽ മാത്രമല്ല അടിസ്ഥാനം. പിന്നെയോ, ഒരാൾ സ്വത്ത് വഖഫ് ചെയ്തപ്പോൾ ഇതുപോലെ അന്യായം ബോധ്യപ്പെട്ടിട്ടുണ്ട് എങ്കിൽ ആർക്കാണോ വസിയത്ത് ചെയ്തത് അയാളുടെയും ഈ വഖഫ് ചെയ്ത വ്യക്തിയുടെ ബന്ധുക്കൾ, അനന്തരാവകാശികൾ, അവരുടെയും ഇടയിൽ സുൽഹുണ്ടാക്കിയിട്ട് വഖഫിനെ, അന്യായകരമായിട്ടുള്ള വഖഫാണ് എങ്കിൽ അതിനെ അസാധുവാക്കാനും അതേപോലെ സുൽഹുണ്ടാക്കാനും ഇതാണ് അടിസ്ഥാനം. ഈ ആയത്താണ്, ഈ ഭാഗമാണ് അടിസ്ഥാനം. അല്ലാഹു സുബ്ഹാനഹു വ തആല വസിയ്യത്തിനെ ഇവിടെ മാറ്റം വരുത്തുന്നവൻ അവന് ഫലാ ഇസ്മ അലൈഹി എന്ന് പറഞ്ഞു. അവൻ്റെ ആ ചെയ്തി അല്ലാഹു സുബ്ഹാനഹു വ തആല അസ്ലഹ എന്നാണ് പറഞ്ഞത്. അസ്ലഹ എന്ന് പറഞ്ഞാൽ ജഅലു ശൈഇ സാലിഹൻ എന്നാണ്. ഒരു വസ്തുവിനെ സാലിഹാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഫസാദുള്ള ഒന്നിനെയാണ് സലാഹുള്ളതാക്കുക. ഇഫ്സാദിനപ്പുറമാണ് ഇസ്ലാഹ്. കേടാക്കിയ ഒന്നിനെ നേരാക്കലാണ് ഇസ്ലാഹ്. വസീയത്ത് കേടായിരുന്നു, അപ്പോൾ ആ കേടായ വസീയത്തിനെ അസാധുവാക്കി അതിൽ മാറ്റം വരുത്തി ഈ വ്യക്തി എന്ത് ചെയ്യാണ്? മൻ ഖാഫ എന്നിടത്തുള്ള ആ വ്യക്തി അസ്ലഹ ബൈനഹു, ഇവർക്കിടയിൽ ഇസ്ലാഹ് ഉണ്ടാക്കുകയാണ്, നന്നാക്കുകയാണ് ചെയ്യുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അയാളെക്കുറിച്ച്, ആ വ്യക്തിയെക്കുറിച്ച് മുസ്ലിഹ് എന്ന വിശേഷണമാണ് നൽകിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതകാലത്ത് ഇങ്ങനെ ഒരു ഇസ്ലാഹിൻ്റെ ഒരു മഹാസംഭവം ഉണ്ടായിട്ടുണ്ട്. അത് തിരുചരിതത്തിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുകയും ഉണ്ടായിട്ടുണ്ട്. എന്താണ് വിഷയം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് 3 പേർ ആഗതരായി. അതിലൊരാളുടെ പേര് ഹനീഫ എന്നാണ്, മറ്റൊരാളുടെ പേര് ഹിദിയം എന്നാണ്, മൂന്നാമത്തെ ആളുടെ പേര് ഹമ്മല എന്നാണ്. ഹനീഫയും ഹിദിയമും ഹംബലയും മൂവർ തിരുസവിധത്തിൽ വന്നു. 3 പേര് സഹാബികളാണ്. 3 പേരും വാപ്പയും മക്കളുമാണ്. ഹനീഫ, അയാളുടെ മകനാണ് ഹിദിയം, ഹിദിയബിൻ്റെ മകനാണ് ഹംബല. സംഭവം റിപ്പോർട്ട് ചെയ്യുന്നത് ഇവരുടെ പൗത്രൻ ദയ്യാൽ എന്ന വ്യക്തിയാണ്. ദയ്യാലിൻ്റെ വാപ്പാൻ്റെ പേര് ഉബൈദ്. അപ്പോൾ ദയ്യാൽ ഇബ്നു ഉബൈദ് ഇബ്നി ഹംബല ഇബ്നി ഹിദിയം ഇബ്നി ഹനീഫ. ദയ്യാലും ഉബൈദും ഇവർ താബിഈങ്ങളിൽപ്പെട്ടവരാണ്. സഹാബികൾ ഇവർ 3 പേരാണ്. വിഷയം ദയ്യാലിനോട് ഹംബല പിൽക്കാലത്ത് അവതരിപ്പിച്ചതാണ്. ഹംബലയുടെ ജദ് പറഞ്ഞതായിട്ടാണ് ഹംബല ഉദ്ധരിക്കുന്നത്. ഹനീഫ പറഞ്ഞു, ഹനീഫ അദ്ദേഹം ബനു തമീം ഗോത്രക്കാരനാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെക്കുറിച്ച് ഹനീഫ അത്തമീമി അൽ മാലിക്കി എന്നാണ് പറയുക. ബനു തമീം ഗോത്രത്തിൻ്റെ ഒരു ഉപഗോത്രമായ ബനു മാലിക്കിലേക്ക് ചേർത്താണ് അദ്ദേഹം അൽ മാലിക്കി എന്ന് പറയുന്നത്. അല്ലാതെ മാലിക്കി മദ്ഹബുകാരൻ എന്ന അർത്ഥത്തിലല്ല, ഇത് സഹാബിയാണ്. അപ്പോൾ അത്തമീമി അൽ മാലിക്കി ആയ ഹനീഫ പറയാണ്, ഇദ്ദേഹത്തിന് വയസ്സായി, വാർദ്ധക്യമായി. അപ്പോൾ അദ്ദേഹം മകൻ ഹിദിയമിനോട് പറഞ്ഞു, ഇജ്മഅലി ബനിയ, മക്കളെല്ലാവരെയും വിളിച്ചു കൂട്ടാൻ പറഞ്ഞു. അപ്പോൾ ഹനീഫക്ക് ഹിദിയമല്ലാത്ത വേറെയും മക്കളുണ്ട്. ഫൈനി ഉരീദ് അൻ ഊസി, എനിക്ക് വസിയത്ത് ചെയ്യണം എന്ന് പറഞ്ഞു.
അപ്പോൾ ഹിദിയം ഹനീഫയുടെ മറ്റു മക്കളെല്ലാവരെയും ഒരുമിച്ച് കൂട്ടി. എന്നിട്ട് ഹനീഫ വസിയത്ത് ചെയ്യുന്നതായിരിക്കാണ്, ഇന്ന അവ്വല മാ ഊസി അന്ന ലിയതീമി ഹാദല്ലദീ ഫീ ഹിജ്രി മിഅത മിനൽ ഇബിൽ. അദ്ദേഹത്തിൻ്റെ മടിയിൽ ഒരു യതീംകുട്ടി ഉണ്ടായിരുന്നു. ദരീസ് എന്നു പേരുള്ള ഒരു യതീംകുട്ടി മടിയിലുണ്ട്. ഹനീഫയുടെ വസിയത്ത് ചെയ്യണത്, എൻ്റെ മടിയിലുള്ള ഈ യതീംകുട്ടിക്ക് ഞാൻ 100 ഒട്ടകങ്ങളെ വസിയത്ത് ചെയ്യുകയാണ്. ആ ഒട്ടകങ്ങളെന്ന് പറഞ്ഞാൽ അതിന് ജാഹിലിയത്തിൽ അൽ മുത്തയ്യബ എന്നാണ് പറയുക. അൽ മുത്തയ്യബ എന്ന് പറഞ്ഞെങ്കിൽ അറബികൾക്ക് ഏറ്റവും സ്വാർത്ഥമായ, ഇമ്പമായ, ഇഷ്ടമായ മുന്തിയ തരം ഒട്ടകങ്ങൾ. അതിൽ 100 ഒട്ടകങ്ങളെ ഈ യതീം കുട്ടിക്ക് ഞാൻ വസിയത്ത് ചെയ്യുകയാണ് എന്നാണ് ആര് പറഞ്ഞത്? ഹനീഫ പറഞ്ഞത്, മക്കളൊക്കെ വിളിച്ചു കൂട്ടിയിട്ട്. ആ യതീം കുട്ടി ഒരു അന്യ കുടുംബത്തിലെ മെമ്പറാണ്. ദരീസ് ഇബ്നു ഖതീഅ എന്നാണ് യതീം കുട്ടിൻ്റെ പേര്. ഖതീഅ എന്ന വ്യക്തിയുടെ മകനാണ്. അപ്പോൾ അതിന് 100 മുന്തിയ തരം ഒട്ടകങ്ങളെ വസിയത്ത് ചെയ്യാന്ന് പറഞ്ഞാൽ അത് തീർത്തും ദ്രോഹകരമായൊരു വസിയത്തായിരുന്നു. അതിനാൽ തന്നെ ഹനീഫയുടെ മറ്റു മക്കൾ ഹിദിയമിനോട് പറഞ്ഞു, ഇന്നമാ നുഖിറു ബിഹാദ ഇൻദ അബീന ഫഇദാ മാത റജഅനാ ഫി. വാപ്പ അങ്ങനെ 100 ഒട്ടകങ്ങളെ യതീമിന് വസിയത്ത് ചെയ്തിട്ടുണ്ടെങ്കിലും നമുക്ക് വാപ്പാൻ്റെ അടുക്കൽ അത് സമ്മതിക്കാം. വാപ്പ മരിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം? ആ വസിയത്ത് നടപ്പിലാക്കേണ്ട നമുക്ക് എന്ത് ചെയ്യാം? അതിൽ നിന്ന് മടങ്ങാം. വസിയത്തിന് നമുക്ക് അസാധുവാക്കാം. ഈ യതീംകുട്ടിക്ക് 100 ഒട്ടകം വാപ്പ പറഞ്ഞു കൊടുക്കണ്ട എന്ന് ഇവർ പറഞ്ഞു. ആരോട്? ഹിദിയമിനോട്. ഇത് ഹിദിയം വാപ്പ ഹനീഫയോട് ചെന്നിട്ട് പറഞ്ഞു, മക്കൾ ഇങ്ങനെയാണ് പറയുന്നത് വാപ്പ എന്ന്. അപ്പോൾ ഉടനെ ഹനീഫ പറഞ്ഞു, ഇവരൊക്കെ സഹാബികളാണ് റളിയല്ലാഹു അൻഹും. ഹനീഫ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ബൈനി വ ബൈനക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എങ്കിൽ നമുക്ക് അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിധികർത്താക്കളാക്കാം, നമുക്കിടയിൽ ഒരു തീർപ്പുണ്ടാക്കാൻ, അല്ലെങ്കിൽ ആയത്തിൻ്റെ പ്രയോഗത്തിൽ ഇസ്ലാഹ് ഉണ്ടാക്കാൻ നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമീപിക്കാം. അപ്പോൾ ഹിദിയം പറഞ്ഞു, റദീന, ഞങ്ങളൊക്കെ റെഡിയാണ്, തൃപ്തരാണ്. അങ്ങനെ ഹിദിയമും ഹനീഫയും ഹംബലയും ഒപ്പം യതീംകുട്ടി ദരീസ് ഇബ്നു ഖതീഅയും പോയി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് പോയി. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹനീഫയെ കണ്ട മാത്രയിൽ മാ റഫഅക യാ അബാ ഹിദിയം, ഹനീഫയെ വിളിച്ചിട്ട് പറയാണ്, എന്തിനാ വന്നത് എന്ന് ചോദിക്കണം. അപ്പോൾ ഹനീഫ ഹിദിയമിൻ്റെ കാൽത്തുടയിൽ തച്ചുകൊണ്ട് പറഞ്ഞു, തിരുദൂതരെ, ഞാൻ വാർദ്ധക്യത്തിൽ അവശമാവുകയോ അല്ലെങ്കിൽ മരണപ്പെടുകയോ ചെയ്യുമെന്ന് പേടിക്കുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ വസിയത്ത് ചെയ്യാൻ ഉദ്ദേശിച്ചു. അങ്ങനെ വസിയത്ത് ചെയ്യാൻ ഉദ്ദേശിച്ചപ്പോൾ മക്കളെ വിളിച്ചു കൂട്ടിയിട്ട് ഞാൻ പറഞ്ഞു, ഇന്ന അവ്വല മാ ഊസി അന്ന ലി യതീമി ഹാദല്ലദീ ഫീ ഹിജ്രി മിഅത മിനൽ ഇബിൽ. ആദ്യമായി ഞാൻ വസിയത്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ മടിത്തട്ടിലുള്ള ഈ യതീമിന് 100 ഒട്ടകങ്ങളാണ്. കുന്നാ നുസമ്മിഹ ഫിൽ ജാഹിലിയത്തിൽ മുത്തയ്യബ. ജാഹിലിയത്തിൽ മുത്തയ്യബ എന്ന് പേരിട്ടിരുന്ന വിശിഷ്ടമായ മുന്തിയ ഒട്ടകങ്ങൾ 100 എണ്ണം, അതിനെ ഞാൻ വസിയത്ത് ചെയ്യാൻ തുടങ്ങി എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് കേട്ട മാത്രയിൽ ഹദീസിൻ്റെ പ്രയോഗത്തിൽ കാണാം, ഫഗദിബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹത്താ റഅയ്നൽ ഗദബ ഫീ വജ്ഹിഹി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖത്ത് ഈർഷ്യത പ്രകടമാകുമാർ തിരുദൂതർ ദേഷ്യപ്പെട്ടു എന്നാണ്. വകാന ഖാഇദൻ ഫജസ അലാ റുക്ബതൈ. ഇരിക്കുകയായിരുന്നു തിരുദൂതർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ കാൽമുട്ടിൽ മുട്ടുകുത്തി നിന്നു എന്നാണ്. എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, ലാ ലാ ലാ, പാടില്ല പാടില്ല പാടില്ല. അസ്സദഖതു ഖംസുൻ. അങ്ങനെ വസിയത്ത് ചെയ്യണമെങ്കിൽ 5 ഒട്ടകങ്ങൾ, വഇല്ല ഫഅശ്റുൻ, അല്ലെങ്കിൽ 10, വഇല്ല ഫ15, അല്ലെങ്കിൽ 15, വഇല്ല ഫഇശ്റൂൻ, അല്ലെങ്കിൽ 20, വഇല്ല ഫഖംസുൻ വഇശ്റൂൻ, അല്ലെങ്കിൽ 25, വഇല്ല ഫസലാസൂൻ, അല്ലെങ്കിൽ 30, വഇല്ല ഫഖംസുൻ വസലാസൂൻ, അല്ലെങ്കിൽ 35, ഫഇൻ കസുറത്ത്, ഇനി കൂടിയാൽ ഫഅർബഊൻ, 40 ഒട്ടകങ്ങൾ. ഇത്രേ പാടുള്ളൂ എന്ന് നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. എന്നിട്ട്
അതിൽ അവിടെ ഒത്തുതീർപ്പായി എന്നുള്ളതാണ് ചരിത്രം. ഈ സംഭവം ഈ വസിയത്ത് ചെയ്യുന്നവരിൽ ജനഫോ ഔ ഇസ്മോ ബോധ്യപ്പെടുകയായാൽ അതിൻ്റെ ഗൗരവം എത്ര എന്നുള്ളത് നമ്മളെ ബോധ്യപ്പെടുത്തുന്നു. അക്രമവും അന്യായവുമുള്ള വസിയത്ത് അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇത്രമേൽ ഈർഷ്യതയുള്ളവനാക്കി എന്നത് നമ്മളെ ബോധ്യപ്പെടുത്തുന്നു. വസിയത്തിൽ അക്രമം അത് അംഗീകരിക്കാവതല്ല. അങ്ങനെയുള്ള വസിയത്ത് അസാധുവാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 100 ഒട്ടകങ്ങളെ വസിയത്ത് ചെയ്തതിനെ അസാധുവാക്കി. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആകാവുന്ന അളവുകൾ അറിയിക്കുകയുണ്ടായി. ഇമാം അഹ്മദ് മുസ്നദിൽ നിവേദനം ചെയ്യുന്ന ദയ്യാൽ ഇബ്നു ഉബൈദിൽ നിന്നുള്ള ഈ സംഭവം ഈ ഒരു വചനത്തെ നമുക്ക് വ്യക്തമാക്കി തരുന്നു, നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നു. ഫമൻ ഖാഫ മിൻ മൂസിൻ ജനഫൻ ഔ ഇസ്മൻ ഫഅസ്ലഹ ബൈനഹും. ഇവിടെ ഫ എന്നുള്ളത് ഈ ഫായും ഇതേപോലെ ഫഉൽ ഫസീഹയാണ്. എന്ന് പറഞ്ഞാൽ വസിയത്ത് ചെയ്തവനിൽ നിന്നുള്ള ജനഫിനെയും ഇസ്മിനെയും വല്ലവർക്കും ബോധ്യപ്പെടുകയായാൽ ആ ബോധ്യപ്പെട്ടതിൽ പിന്നെ അസ്ലഹ ബൈനഹും, ആ ബോധ്യപ്പെട്ടതിൽ പിന്നെ അതിനെ തുടർന്ന് എന്നൊക്കെ അർത്ഥത്തിലാണ് അതാണ് ഫഉൽ ഫസീഹ. അസ്ലഹ ബൈനഹും, ഈ വസിയത്തിൻ്റെ ഉപഭോക്താക്കൾ അവർക്കിടയിൽ അങ്ങനെ അയാൾ ഇസ്ലാഹ് ഉണ്ടാക്കിയാൽ ഫല ഇസ്മ അലൈഹി. അവിടെ ഫ എന്നുള്ളത് ഈ മൻ എന്ന ഷർത്തിൻ്റെ ജവാബിൽ വരുന്ന ഫയാണ്. ഫലാ ഇസ്മ അലൈഹി, ലാ ഇസ്മ അലൈഹി എന്നുള്ള ഈ ജുംല ഇസ്മിയാണ് ഇതിൻ്റെ ജവാബ്. വല്ലവർക്കും ബോധ്യപ്പെടുകയായാൽ എന്നിട്ട് അയാൾ ആ വസിയത്തിനെ തിരുത്തി മാറ്റി, വസിയത്തുമായി ബന്ധപ്പെട്ട കക്ഷികൾ ഉപഭോക്താക്കൾ അവർക്കിടയിൽ ഇസ്ലാഹ് ഉണ്ടാക്കിയാൽ, ഫസാദായ വസിയത്തിനെ അസാധുവാക്കുകയോ അല്ലെങ്കിൽ അതിൽ മാറ്റം വരുത്തി തിരുത്തൽ വരുത്തി അതിനെ നന്നാക്കുകയും ചെയ്താൽ ഫ, അതാണ് ജവാബിൽ വന്ന ഫ, ഇതാണ് ഫഉൽ ജവാബ്. ലാ ഇസ്മ അലൈഹി, ആ മുസ്ലിഹ് ഇസ്ലാഹ് ഉണ്ടാക്കുന്നവൻ അവന് യാതൊരു കുറ്റവുമില്ല, യാതൊരു ഞെരുക്കമോ പ്രയാസമോ അതിനാൽ ഇല്ല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ വിധിക്കുന്നത്. ഈ ആയത്തിൽ ഇവിടെ ഒരു ഫ വന്നു, ഇവിടെ ഒരു ഫ വന്നു, ഇവിടെയും ഒരു ഫ വന്നു. ഫമൻ ഖാഫ ഫഅസ്ലഹ ഫലാ ഇസ്മ. ഇവിടെ ഫഉൽ ഫസീഹ എന്ന് പറഞ്ഞു, ഇവിടെയും ഫഉൽ ഫസീഹ എന്ന് പറഞ്ഞു. ചിലർ അതിനെ ഫഉൽ ആതിഫ എന്ന് പറയും. അതേപോലെ ഫലാ ഇസ്മ അലൈഹി, ഇത് ഫ ഷർത്തിൻ്റെ ജവാബായ ജുംല ഇസ്മിയക്ക് മുമ്പിൽ വരേണ്ട നിർബന്ധമായ ഫ. ഏതായാലും ഫലാ ഇസ്മ അലൈഹി ഇന്നല്ലാഹ ഗഫൂറുർ റഹീം. ഫഅസ്ലഹ ബൈനഹും ഫലാ ഇസ്മ അലൈഹി ഇന്നല്ലാഹ ഗഫൂറുർ റഹീം എന്നിടത്ത് നമുക്ക് വസിയത്തുമായി ബന്ധപ്പെട്ടും ഇസ്ലാഹ് സുൽഹുമായി ബന്ധപ്പെട്ടും അതേപോലെ എന്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വചനത്തെ ഇന്നല്ലാഹ ഗഫൂറുർ റഹീം എന്ന പ്രയോഗം കൊണ്ട് അവസാനിപ്പിച്ചു എന്നതിനെക്കുറിച്ചും ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഈ അസുൽഹ്, അതും വസിയത്തിൻ്റെ വിഷയത്തിൽ ചില വിധികൾ അറിയാനുണ്ട്, വിഷയങ്ങൾ പഠിക്കാനുണ്ട്, ചരിത്രങ്ങൾ ഓർക്കാനുണ്ട്. അടുത്ത എപ്പിസോഡിൽ ബിഇദ്നില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.